അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചീരല കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലാണെന്നുണ്ടെങ്കിൽ അമ്മ പറമ്പിൽ നിന്നോ തൊടിയിൽ നിന്നൊക്കെ പൊട്ടിച്ചു കൊണ്ടുവരുന്ന ചീരലയാണ് കേട്ടോ ആദ്യം ഓർമ്മ വരിക. പക്ഷേ ഇവിടെ വന്നപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഉന്തുവണ്ടിയിലോ അല്ലെങ്കിൽ കൊട്ടയിലോ ഒക്കെ ആക്കിയിട്ട് ചേച്ചിമാർ രാവിലെ ആവുമ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം രാവിലെ തന്നെ ഓടിപ്പോയി ഗേറ്റിൻ്റെ അവിടെ നിൽക്കും. അവിടെ നിന്ന് ഒരു കെട്ട് ചീരല വാങ്ങിക്കും കേട്ടോ. 20 രൂപയാണ് കേട്ടോ ഉണ്ടാവുക. അതും പലതരത്തിലുള്ള ചീര ഉണ്ടാവും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ചീര വാങ്ങിക്കാം കേട്ടോ. ഈ ഒരു കെട്ട് നമുക്ക് 2 ദിവസം 3 ദിവസം പേര് വയ്ക്കാനോ കൂട്ടാൻ വയ്ക്കാനോ ഒക്കെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഞാനത് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി നുറുക്കി നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കടുകും പൊട്ടിച്ചിട്ട് സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കും. പിന്നെ നമ്മുടെ ചീരനെ ഞങ്ങൾ ഇട്ട് കൊടുക്കും. ആദ്യം കാണുമ്പോൾ തോനെ ഉണ്ടാകുമ്പോഴും ഒന്ന് ചൂട് വന്ന ആൾ ചെറുതാവും കേട്ടോ. പിന്നെ നമ്മുടെ തേങ്ങ ചെറിയതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ചീരലത്തോരൻ റെഡി ആയിട്ടോ. ഇനി നമുക്ക് നല്ല ചോറും കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.